ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രനും അമ്മയും കൂടെ വലിയ വലിയ പ്ലാനൊക്കെ ആട്ടോ ഒരുക്കണേ. പല്ലവി ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കരുത്, അവളൊരു സ്വഭാവ ദൂഷ്യമുള്ള പെണ്ണാണെന്ന് വരുത്തി തീർക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമ്മ മകൻ ഉപദേശിച്ചു കൊടുക്കുന്നു. അവളുടെ സ്വഭാവം കൊള്ളില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നീ അവളെ ഒഴിവാക്കിയതെന്നും എല്ലാവരും വിശ്വസിക്കണം, അങ്ങനെ നമ്മൾ വരുത്തി തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാണക്കേട് മാറാനേ ഒരൊറ്റ വഴിയുള്ളെന്ന് പറഞ്ഞാൽ അനിയനപ്പോൾ അങ്ങോട്ട് വന്നു. അമ്മയും മോനും ഇങ്ങനെ നോക്കുക. പല്ലവി ചേച്ചിയെ തിരിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരിക, അത് ഇന്ദ്രേട്ടനെ കൂടെ പറ്റുമോ എന്ന് അനിയൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക. പറ്റത്തില്ല അല്ലേ, ഇന്ദ്രേട്ടനെന്നല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ പോയി വിളിച്ചാലും പല്ലവി ചേച്ചി ഇവിടേക്ക് വരില്ല എന്ന് അനിയൻ അങ്ങ് തറപ്പിച്ചു പറഞ്ഞു. അതുപോലെ ഒരു വൃത്തികേടല്ലേ ഇന്ദ്രേട്ടൻ പല്ലവി ചേച്ചിയോട് കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അമ്മ തുള്ളി ഉറഞ്ഞ ഇളയ മകൻ്റെ അടുത്തേക്ക് വരിക. നീ വെറുതെ ഇന്ദ്രനെ കുറ്റം പറയണ്ടെന്നും പറഞ്ഞ അവൻ്റെ ഭാഗത്ത് നിന്ന് ചില തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിന് അവൻ പല്ലവിയോട് സോറി പറഞ്ഞതല്ലേന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്നും പറഞ്ഞു അനിയൻ. എന്നിട്ടും അവൾ വരാതിരിക്കുന്നതേ അവളുടെ അഹങ്കാരം തന്നെയാണ്, ആ അഹങ്കാരത്തിന് അവൾ അനുഭവിച്ചേ പറ്റൂ, അനുഭവിപ്പിക്കും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി അമ്മ ഇങ്ങനെ നിൽക്കുമ്പം അമ്മ ഇവിടെ ഇപ്പം യുദ്ധത്തിന് നിൽക്കുകയല്ല വേണ്ടത്, കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർപ്പാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് വേണ്ടതെന്ന് മകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ദ്രനിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇനി ഒത്തുതീർപ്പും സന്ധ്യ സംഭാഷണവും ഒന്നുമില്ല. അങ്ങനെ മുക്കാച്ചക്രം പെൻഷൻ വാങ്ങുന്ന മുകുന്ദൻ മാഷിൻ്റെ മുന്നിൽ തോക്കാനേ ഈ രാജലക്ഷ്മിക്ക് മനസ്സിലടാ. അങ്ങനെ എനിക്ക് മുന്നിൽ അല്ലെങ്കിൽ എനിക്ക് മുകളിൽ ആ പീക്കിരിപ്പെണ്ണ് പറക്കണ്ട. എന്നാലേ പല്ലവി ചേച്ചിയോട് പോയി കൊന്നിട്ട് വരാൻ പറ മോനോട്, രാജലക്ഷ്മി അമ്മ ജയിക്കട്ടെ എന്നും പറഞ്ഞ ഇളയ മകൻ പറയുമ്പം പറയുവേടാ, എന്നെ എൻ്റെ കുടുംബത്തെയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ രാജലക്ഷ്മി ജയിക്കാൻ വേണ്ടി പലതും പറയും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കിടന്നങ്ങ് ഉറഞ്ഞു തുള്ളുക. അപ്പോഴേക്ക് ഇന്ദ്രൻ ചെന്നിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. മനുഷ്യൻ ആകെ ഇവിടെ വട്ടുപിടിച്ചിരിക്കുമ്പോഴും അവരുടെ ഒരു അതിൻ്റെ കൂടെ ഓരോന്ന് പറഞ്ഞ് കൂടുതലിനെ വട്ടാക്കരുത് കേട്ടോ. വിശ്വ നീ അകത്ത് പോകാൻ പറഞ്ഞു ഇളയ മോനോട്. എടാ നിന്നോടാ പറഞ്ഞ് അകത്ത് പോകാനെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി പിടിച്ചൊരു ഉന്തും തള്ളും വെച്ച് കൊടുത്തു ഇളയ മോനെ. എന്നിട്ട് എടാ വിശ്വം പറയുന്നത് കേട്ട് നീ ഇനി പല്ലവിയെ കൂട്ടിക്കൊണ്ട് വരാനൊന്നും നിൽക്കണ്ട, അതിനുള്ള സമയമൊക്കെ നേരത്തെ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലമ്മേ, സമയം അതിന് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, എൻ്റെ അല്ല പല്ലവിയുടെ. അതിനവൾ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ വേണം, അത് എൻ്റെ നിർബന്ധമാണ്, എങ്ങനെയെങ്കിലും എനിക്ക് അവളെ എങ്ങും കൊണ്ടുവന്നേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് പോയി. രാജലക്ഷ്മി ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ച് അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ സേതുവിൻ്റെ കൂട്ടുകാരെ കേട്ടോ. അപ്പം അങ്ങനെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തും മിഥുൻ അവിടെ ഇരുന്ന് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാതെ കല്യാണ പാർട്ടിക്കാരോട് പന്തലിടാൻ എപ്പോഴാണ് വരണേന്ന് ചോദിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പറയാം, എടേ അതൊക്കെ എപ്പോഴേ വിളിച്ച് ഏർപ്പാടാക്കി കഴിഞ്ഞടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് വീട്ടുമുറ്റത്തേക്ക് ഒരു ഓട്ടോ വരുന്നത്. നോക്കുമ്പോൾ വേറെ ആരും ആയിരുന്നില്ല, പല്ലവിയും കൂട്ടുകാരിയായിരുന്നു. അവരെ കണ്ടപ്പോഴേക്കും ആഹാ ഇത് ആരൊക്കെ വന്നിരിക്കണം, വാ വാ എന്നും പറഞ്ഞ് ഇവരെ അകത്തേക്ക് വിളിക്കുന്നു. അവരെല്ലാവരും കൂടി വരൂ അകത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദേ ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം, കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു പല്ലവിയൊക്കെ. ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് ആദ്യമായിട്ട് വന്നിട്ട് കുടിക്കാൻ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞാൽ അത് ക്ഷീണം ഞങ്ങൾക്കാ, അവരെ ഞങ്ങൾ സ്വീകരിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. മടിക്കണ്ട, എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം തൽക്കാലം ഒന്നും വേണ്ട, ഇനി വരുമ്പോഴാവട്ടെ എന്ന് പറഞ്ഞു. അപ്പം സേതുവേട്ടനില്ലേ എന്ന് ചോദിച്ചപ്പം അകത്തുണ്ട്, നിങ്ങൾ ഇരിക്കേ ഞാൻ വിളിച്ചുകൊണ്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചിരുത്തിയിട്ട് സേതുവേട്ടനെ വിളിക്കാനായിട്ട് പോകണം. അപ്പം ഇരിക്കാൻ ഉള്ള സീറ്റിൽ കുറേ തുണികളും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ഏടാ ഇവരെവിടെ ഇരിക്കും, നീ ഇതെടുത്തോണ്ട് പോയിക്കാന്ന് പറഞ്ഞു മിഥുൻ കൂടെ ഉള്ളവരെയൊക്കെ പേടിപ്പിക്കാം. പിള്ളേർക്ക് എന്നെ ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറഞ്ഞു മിഥുൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ അന്നേരം ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മിഥുൻ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വന്നു. സേതു ദേ ഇവർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മിഥുൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സേതു വന്നിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി നോക്കുന്നു. എന്താ വന്നതെന്നുള്ള കാര്യം അറിയില്ലല്ലോ. ഞാൻ മാപ്പ് പറയാൻ വേണ്ടി വന്നതാ എന്ന് പല്ലവി പറഞ്ഞപ്പം എന്തിനാണെന്ന് ചോദിച്ചു. അല്ല ഞാൻ കാരണമല്ലേ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറേണ്ടി വന്നത്, പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് അവനല്ലേ ആ ഇന്ദ്രൻ, അതിൽ പല്ലവിക്ക് എന്താ, അവനിട്ടൊരു പണി ഞാൻ കൊടുത്തോളാമെന്ന് സേതു പറയണം. അപ്പോൾ നമ്മുടെ പല്ലവി ഇങ്ങനെ വിഷമത്തോടെ നോക്കും കേട്ടോ. സേതുവേട്ടന് സ്റ്റേഷനിൽ കയറിയതിലല്ല സേതുവേട്ടന് വിഷമം, പല്ലവി ചേച്ചിയെ കയറ്റിയതിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാരി ഇങ്ങനെ ഇവർ രണ്ടുപേരെയും മാറി മാറി ഇങ്ങനെ നോക്കുക, എന്തോന്നുണ്ടല്ലോ എന്നുള്ളൊരിതിലെ പല്ലവിക്ക് അന്നേരം വിഷമമായി. ഇന്നലെ തന്നെ ഇന്ദ്രനെട്ട് രണ്ടാം പൊട്ടിക്കാൻ ഇറങ്ങിയതാണ്, പിന്നെ ഞാൻ തടഞ്ഞതുകൊണ്ടാണ് സേതു ഒന്ന് അടങ്ങിയതെന്നൊക്കെ മിഥുൻ പറഞ്ഞപ്പോഴത്തേക്കും സേതു ഇങ്ങനെ മിഥുനെ ഒരു നോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളി അവിടെ നിൽക്കുക കേട്ടോ. ഇവർക്ക് മനസ്സിലായി മൊത്തം പുളുവടിയാണെന്നുള്ളത്. അപ്പോൾ എന്തുവാടാ ഇത് എന്ന് പറഞ്ഞിങ്ങനെ അന്നേരം സേതു ഇങ്ങനെ പറയും ഞാൻ എന്ത് ചെയ്യാനാണെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇവർ തമ്മിലിങ്ങനെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ആഞ്ഞൊക്കെ കാണിക്കുന്നു. അപ്പോഴേക്കും ഇതിൻ്റെ പേരിൽ ഇനി അയാളോട് വഴക്കിനോ തല്ലിനൊന്നും പോവണ്ട എന്ന് സേതുവിനോട് പല്ലവി പറയുമ്പം
അയാളെ അങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, അവനെ ഞങ്ങൾ തൂക്കും എന്ന് സേതുവിൻ്റെ കൂട്ടുകാർ പറഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്നിനും പോവണ്ട, അയാൾ ഇനിയും എനിക്കെതിരെ എന്തെങ്കിലും പരിപാടിയായിട്ട് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാമെന്ന് പല്ലവി പറഞ്ഞു. അപ്പോൾ എന്തിനും ചേച്ചിയുടെ ഞങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ട് പറയുന്നു. അപ്പോഴേക്കും എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് പല്ലവിയും കൂട്ടുകാരും ഇറങ്ങാൻ തുടങ്ങുമ്പം ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു വെള്ളം പോലും കുടിക്കാതെയോ അല്ല ഒരു ചായ പോലും കുടിക്കാതെ എങ്ങനെയാണ് പോണേ എന്നൊക്കെ ഇങ്ങനെ മെതു. പിന്നെ വരുമ്പോൾ ഞങ്ങൾ ഊണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ പോരെ എന്ന് പല്ലവി ചോദിച്ചു. അങ്ങനെ ഇത് യാത്ര പറഞ്ഞ് ഇവർ ഇറങ്ങാൻ തുടങ്ങുക. ആ സമയം ഇന്നലെ മാധവൻ സാർ എന്നോട് സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം പല്ലവി പറഞ്ഞു. മകൻ്റെ പെരുമാറ്റത്തിൽ അച്ഛന് നല്ല സങ്കടമുണ്ട് എന്ന് പല്ലവി പറയുക. വെറുതെ ആ പാവത്തിനെ വിഷമിപ്പിക്കാതെ അച്ഛനോടുള്ള ദേഷ്യമൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് കളഞ്ഞുകൂടെയും ചോദിച്ചു. അപ്പോൾ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പല്ലവി ആദ്യം പല്ലവിയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കാൻ പല്ലവിയോട് സേതു പറയാം. അപ്പോൾ തന്നെ മനസ്സിലായി എന്തോ വലിയ കാര്യമാണെന്ന്. അതും പറഞ്ഞ് സേതു അകത്തേക്ക് കയറിപ്പോയി. സേതു അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ കാര്യങ്ങൾ സേതുവേട്ടനോട് സംസാരിക്കാൻ നിൽക്കണ്ട, സേതുവേട്ടൻ അത് ഇഷ്ടമല്ല എന്ന് കൂടിയുള്ളവർ പറഞ്ഞു. അവൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവൻ്റെ അച്ഛനെയാണെന്നുള്ള കാര്യം ഇവർ പറഞ്ഞു. അപ്പോൾ സേതുവിൻ്റെ വീട്ടിലെത്തി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ പല്ലവി ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മുകുന്ദമാഷിനെയാണ്. മുകുന്ദമാഷ് വീട്ടിലിരുന്ന് പത്രം വായിക്കുന്നു. ഈ സമയത്ത് ശോഭ ഇങ്ങനെ ഓരോന്ന് ജോലികളൊക്കെ ചെയ്യുന്നു. ഓടിച്ചിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഇവർക്കിടയിൽ. അങ്ങനെ മുറ്റം അടിക്കുന്നു, ഓരോന്നൊക്കെ ചെയ്യുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് രണ്ട് ചേച്ചിമാർ തയ്ക്കാൻ കൊടുക്കാനായിട്ട് വന്നു. പെട്ടെന്ന് തന്നെ അത്യാവശ്യമായിട്ടാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പം അല്ലേ ചേച്ചി പല്ലവിയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നീ വന്ന പെണ്ണുങ്ങൾ ചോദിക്കാം. അവർ തമ്മിൽ വഴക്കാണെന്നോ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നോ അങ്ങനെ എന്തൊക്കെയോ നാട്ടിൽ പറഞ്ഞു കേട്ടു, ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞു ശോഭ. അയ്യോ ഞങ്ങൾ വിശ്വസിച്ചിട്ടൊന്നും ഇല്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചിട്ടില്ലല്ലോ, അറിഞ്ഞ കാര്യം ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറയും ഇവർ. കല്യാണത്തിന് ശേഷമുള്ള ചടങ്ങുകളൊന്നും നിങ്ങളിവിടെ നടത്തിയില്ലല്ലോ, അപ്പോൾ ഒരു സംശയം ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന്. ഒരു സത്യമില്ല കേട്ടോ എന്ന് ശോഭ പറയുകയും ചെയ്തു. എന്നൊക്കെ പറയണു. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളങ്ങ് പോയി. എൻ്റെ പൊന്നെ വന്നതുങ്ങൾ രണ്ടും ഉണ്ടല്ലോ നല്ല ഒന്നാന്തരം പരദൂഷണക്കാരികളാ. ഇവരുടെയൊക്കെ ചെവിയിൽ എന്തെങ്കിലും കിട്ടിയാലേ പിന്നെ നാട്ടി പാട്ടാകുമ്പോൾ എങ്ങും പോവണ്ടെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ ശോഭ പറയുമ്പം അമ്മ എന്തിനാ നാട്ടുകാരെ പേടിക്കുന്നത്, എന്താ സംഭവിച്ചതെന്നുള്ളത് അമ്മയ്ക്ക് അവരോട് അങ്ങ് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു മക്കളുടെ ജീവിതം തുലാശിലാണെന്ന് പറയാനേ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ല. എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമെന്ന് ശോഭ ഇളയ മോളോട് പറയണു. ഞാനും ഇപ്പം അങ്ങനെ ഒരു തത്രപ്പാടിലാണെന്ന് പറഞ്ഞപ്പം ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുള്ളിടത്തോളം കാലം കഥകളെല്ലാം അറിയുന്നവർ ചേച്ചിയുടെ ഭാഗത്ത് തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളെന്ന ഒരു മൈക്കും കോളാമ്പയും കൊണ്ട് അങ്ങ് ഇറങ്ങുക, എന്നിട്ട് നിൻ്റെ ചേച്ചിയുടെ കഥ ഒരു കഥാപ്രസംഗം പോലെ അങ്ങ് അവതരിപ്പിക്കുക, അതാ നല്ലതെന്നും പറഞ്ഞ് ശോഭ ഇളയ മോളോട് ദേഷ്യപ്പെടുക. മനുഷ്യൻ ഇവിടെ പുറത്തിറങ്ങി നടക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമോ എന്നുള്ള പേടിയുണ്ടാ, ചോദിച്ചാൽ എന്തു മറുപടി പറയുമെന്ന് പേടിച്ചിട്ടാ. ആ വിഷമമൊന്നുമേ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നാളെ നിനക്കൊരു മകളുണ്ടായി, അത് നിന്റെ ചേച്ചിയെ പോലെ തലതിരിഞ്ഞവളായിട്ട് മാറുമ്പോഴേ നിനക്ക് മനസ്സിലാകൂ, അമ്മ പറഞ്ഞതിൻ്റെ പൊരുൾ നിനക്ക് മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി ശോഭയകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇന്ദ്രനാണെങ്കിൽ വണ്ടിയിൽ വരുന്നു. അതിനുശേഷം എന്തോ ഒരു കുപ്പിയിൽ നിന്ന് എടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണിലേക്ക് ഒരു നാരങ്ങ എടുത്ത് പീച്ചി. അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് നമ്മുടെ പല്ലവിയുടെ വീട്ടിലേക്ക് ചെന്നിറങ്ങുകയാണ്. അങ്ങനെ പല്ലവിയുടെ വീട്ടിൽ ചെന്നങ്ങ് നിന്നു, കണ്ണുനീരും കയ്യുമായിട്ട്. എന്നിട്ട് അകത്തേക്ക് കയറിച്ചില്ല, എല്ലാ ഇതോടും കൂടി അകത്തേക്ക് കയറി ചെന്നു. ആ ഹോളിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും മുകുന്ദമാഷ് അങ്ങോട്ടേക്ക് വന്നു. മുകുന്ദമാഷ് അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനെ കണ്ടതും കണ്ണും നനച്ച് അച്ഛാ എന്നും വിളിച്ചുകൊണ്ട് ഓടി ചെന്ന് കാലയിലേക്ക് അങ്ങ് വീഴുന്നു. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, അച്ഛൻ എന്നോട് ക്ഷമിച്ചെന്ന് പറ അച്ഛാ എന്നോട് ക്ഷമിക്കച്ചാ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ശോഭ അങ്ങോട്ടേക്ക് വന്നു. നോക്കുമ്പോൾ ശോഭയെയും കണ്ടു. അമ്മേ എന്നും പറഞ്ഞ് അമ്മയുടെയും കാലയിലേക്ക് വീഴുന്നു. അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ എന്നും പറഞ്ഞു. അമ്മയും മോനോട് ക്ഷമിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ശോഭയും മുകുന്ദമാഷും ഇങ്ങനെ മുഖാമുഖം നോക്കുക കേട്ടോ. അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ പ്ലീസ്, അമ്മേ പ്ലീസ് അമ്മേ. അപ്പോഴേക്കും നമ്മുടെ പാറു ഇറങ്ങി വരുന്നു. എന്താ ഇതെന്ന് ഓർത്ത് ഇവരിങ്ങനെ നിൽക്കുക. അമ്മയും മോനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ശോഭയെ വിളിക്കുക ഇളയ മോള്. അപ്പോൾ ശോഭയെ ശോഭ മോളെ നോക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പാറുവിൻ്റെ കയ്യിലേക്ക് രണ്ടിലേക്കും കയറി അങ്ങ് പിടിച്ചു. എന്നിട്ട് പാറു ഇന്ദ്രേട്ടനോട് ക്ഷമിക്കാൻ പറ മോളെ, നിങ്ങൾ ക്ഷമിച്ചു എന്ന് പറയാതെ ഇന്ദ്രേട്ടൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു പാറു. എനിക്ക് പല്ലവി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വേണം, ഞാൻ വിളിച്ചാൽ പല്ലവി വരില്ല, എനിക്ക് അവളെ വേണം, അത്രയ്ക്ക് ദ്രോഹ ഞാൻ അവളോട് ചെയ്തത്. പക്ഷെ അച്ഛനും അമ്മയും നിർബന്ധിച്ചാലേ അവൾ വരും, അവൾ ഉറപ്പായിട്ടും വരും നിങ്ങളൊന്ന് പല്ലവിയോട് പറയണം പ്ലീസ് മോളെങ്കിലും ഒന്ന് പറ പ്ലീസ് എന്ന് പറഞ്ഞ് കൈ കൂപ്പി യാചിക്കും കേട്ടോ. അപ്പം ഞാൻ പറയില്ല എന്ന് പാറു പറഞ്ഞു. ഇവരും പറയാൻ പോകുന്നില്ല, കാരണം നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളെ ഫ്രോഡാണെന്നും
പക്ക ഫ്രോഡാണെന്നും പാറു പറയുമ്പം അയ്യോ മോളെ അങ്ങനെയൊന്നും പറയരുത്, ഏട്ടനൊരു പാവാ, പഞ്ചപാവാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ നിന്നെപ്പറ്റിയൊക്കെ ഞാൻ നന്നായി അന്വേഷിച്ചു, വളരെ വിശദമായിട്ട് തന്നെ ഞാൻ അന്വേഷിച്ചു എന്ന് മുകുന്ദൻ മാഷ് അങ്ങ് പറഞ്ഞു. പല സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന ഒരു തേർഡ് റേറ്റ് ക്രിമിനലാണ് നീ. അത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും എൻ്റെ പല്ലവിയെ നിനക്ക് കെട്ടിച്ച് തരില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് ഇന്ദ്രൻ്റെ കരച്ചിലും പോയി, കാലുപിടുത്തവും പോയി, എല്ലാം പോയി. അവൻ്റെ തനി സ്വഭാവം പുറത്തിറങ്ങി. അങ്ങനെ അച്ഛനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ ചെല്ലുന്നു. അപ്പം ഇവൻ്റെ പോക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പാറുവിനും ശോഭയ്ക്കും ആകെ ടെൻഷനായി. ഇയാൾ ഇതെന്തു ഭാവിച്ചാണ് എന്നുള്ളൊരിത്. അങ്ങനെ മുകുന്ദൻ മാഷിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് പിന്നെ താൻ ആർക്ക് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ചോദിച്ചു. ആ പന്തല് പണിക്കാരൻ സേതുവിന് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ അവനെ കൊണ്ട് മോളെ കെട്ടിക്കുമായിരുന്നോ എന്ന്. പിന്നെ ഒരു ഭ്രാന്തൻ കാണിക്കുന്നത് പോലത്തെ ഒക്കെ കാണിക്കും കേട്ടോ ഇന്ദ്രൻ. അച്ഛനിങ്ങനെ തുറച്ചു നോക്കി നിൽക്കുമ്പോൾ അച്ഛനെ പിടിച്ചൊരു ഒറ്റ തള്ളങ്ങ് തള്ളി. മുകുന്ദൻ മാഷ് പോയി വീണു. ഇവൻ അതൊക്കെ നോക്കി ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അച്ഛനെ പിടിച്ചേൽപ്പിക്കാൻ വല്ലാണ്ട് പെടാപ്പാട് പെടുന്നുണ്ട്. പെട്ടെന്ന് അച്ഛനും വീണു പോയി. ഇവനാണ് നിന്ന് ചിരിയോ ചിരി. ആ സമയത്ത് നമ്മുടെ ശോഭയൊരു നോട്ടം അങ്ങ് നോക്കിയില്ല. അച്ഛനെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് അങ്ങ് എൻ്റെ മുന്നിലേക്ക് അങ്ങ് ചെന്നു. ഇന്ദിര, നീ വെറുതെ പ്രശ്നം ഉണ്ടാകാതെ ഇറങ്ങി പോടാന്ന് പറഞ്ഞു. അപ്പോൾ പോവാം, പക്ഷേ പല്ലവി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുവരാമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നേ പറ്റുമെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരു വാക്ക് തരാൻ കഴിയില്ല, അവൾക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞെന്ന് ശോഭ പറയുമ്പോൾ ഓ അപ്പോൾ അവൾ ആ നിലപാടിൽ തന്നെ അങ്ങ് ഉറച്ചു നിൽക്കുക അല്ലേ എന്ന് ഇന്ദ്രൻ ചോദിച്ചു. സാരമില്ല, ആയിക്കോട്ടെ, അവൾ വരുന്നില്ലെങ്കിൽ വേണ്ട, പകരം ഇവളെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ പാറുവിനെ. എന്നിട്ട് എനിക്കിത് ഇവള് മതിയെന്ന് പറഞ്ഞു പാറുവിൻ്റെ കൈക്ക് കയറി പിടിക്കാം. അപ്പം മാറി നിൽക്കാനാ നിങ്ങളോട് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ പാറുവിനെ പിടിച്ചോണ്ട് പോകാനായിട്ട് നോക്കുന്നവൻ്റെ ചെവിക്കൽ തീർത്ത് കൊടുത്തു ഈ പറയുന്ന നമ്മുടെ ശോഭ. ചേട്ടത്തിക്ക് പകരം അനിയത്തിയെ മതിയെന്ന് രണ്ടും കെട്ട രീതിയിൽ വർത്താനം പറഞ്ഞവൻ്റെ അടുത്തേക്ക് വെട്ടുകത്തിയായിട്ട് ചെന്നില്ലേ, അതും കത്രിക എടുത്തവൻ്റെ കൊങ്ങയ്ക്ക് തന്നെ വെച്ചു ശോഭ. ശോഭയുടെ പവർ എന്താണെന്ന് ഇന്ദ്രൻ മനസ്സിലാക്കി. അപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പേടിക്കാം. പോടാ, ഇറങ്ങടാ വീട്ടിൽ നിന്ന്, മര്യാദയ്ക്ക് നിന്നോട് പോകാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അവനെ എന്താ പറയുന്നത് മുൾമുനയിൽ നിർത്തിയില്ലേ നമ്മുടെ ശോഭ. അവനെ പേടിച്ചങ്ങ് ഇറങ്ങിപ്പോയി. അവനങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മുകുന്ദൻ മാഷിൻ്റെ അരികിൽ പോയിരുന്ന ശോഭ ഭയങ്കര കരച്ചിൽ. പാറു ആകെ തളർന്നു പോയിട്ടോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആ വീട്ടിൽ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മാധവ മുതലാളിയും മൃദുവും കൂടി ഇങ്ങനെ പോണു. അപ്പോൾ അതേ പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം ഇവർ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് കടയിൽ നിന്ന് ഫോൺ വിളിച്ച് കൊടുത്ത ചെക്ക് ബൗൺസായ കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ ആകെ തകർന്നിരിക്കും കേട്ടോ അദ്ദേഹം. അപ്പം മൃദു ചോദിച്ചു, അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെയാകുന്നത്? ആ ക്യാഷ് മുഴുവൻ ഞാൻ പ്രതാപനങ്ങളെ ഏൽപ്പിച്ചതായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ അത് പ്രതാപൻ ഡെപ്പോസിറ്റ് ചെയ്ത് കാണില്ല. ആകെ നാണക്കേടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വണ്ടിയിലിരുന്ന് പോവുക. അപ്പോൾ പ്രതാപൻ പണി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴേക്കും പ്രതാപൻ്റെ ഫോണിലേക്ക് അയാളുടെ കോള് വന്നു. അതായത് മാധവൻ്റെ കോള് കണ്ടപ്പം ഹലോ മാധവേട്ടാ, നീ കമ്പനി അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്ന കാശ് ബാങ്കിൽ അടച്ചില്ലെന്ന് ചോദിച്ചപ്പം അളിയ ഞാൻ ഇലക്ഷനൊക്കെ അല്ലേ വരാൻ പോകുന്നത്, പാർട്ടി ഫണ്ട് വരാത്തത് കൊണ്ട് ആ ക്യാഷ് എടുത്ത് ഞാൻ 2 ദിവസത്തേക്കൊന്ന് മറിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപം പറയാം. അളിയൻ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ആ ക്യാഷ് ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോൾ അടയ്ക്കുമെന്ന് ചോദിച്ചു. ഫണ്ട് വന്നാൽ ഇന്ന് തന്നെ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു. പ്രതാപ, നീ ഇങ്ങനെ ചെയ്യുന്നത് 2ാമത്തെ തവണയാണ്. ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഭാര്യയുടെ ആങ്ങളെയാണെന്നുള്ള ബന്ധമൊക്കെ ഞാനങ്ങ് മറക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോവുക. ആ സമയത്ത് ഇന്ദ്രൻ വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നു. അമ്മയോട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. അത് കേട്ടപ്പോഴത്തേക്ക് അമ്മ ഭദ്രകാളിയായിട്ട് ഉറഞ്ഞു തുള്ളി. ആ തയ്യക്കാരുടെ തല്ലും മേടിച്ചിട്ട് വന്നിരിക്കുന്നു. നീ എൻ്റെ മോൻ തന്നെയാണോടാ എന്നൊക്കെ അമ്മ ഇങ്ങനെ മോനോട് ചോദിക്കുക കേട്ടോ. നിന്നെ തല്ലി അവളുടെ കൈ നീ വെട്ടിയെടുക്കുകയായിരുന്നു വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിലേ അവളെ അങ്ങ് തീർത്ത് കളയുകയായിരുന്നു വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു കൊടുക്കുവാണ് മോന്. അപ്പോൾ അമ്മ വെറുതെ ഏട്ടനെ ചൂട് പിടിപ്പിക്കണ്ട, ഇതിനൊക്കെ കാരണം ഏട്ടനും അമ്മയും തന്നെയാണെന്ന് പറഞ്ഞു. നിയമപ്രകാരം പല്ലവി ഇപ്പോഴും ഇവൻ്റെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതു പാതിരാത്രിക്കും ഇവൻ അവിടെ പോകാം എന്ന് അമ്മ ഇളയ മോനോട് പറയുന്നു. വേണമെങ്കിലേ ഇവൻ അവിടെ കയറി താമസിക്കുകയും ചെയ്യാം, അതിന് യാതൊരു നിയമതടസ്സവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ എരിവ് കയറ്റി കൊടുക്കുക. ഇപ്പം നിയമം കയ്യിലെടുത്തതേ ആ തള്ളയും മോളും അതുപോലെ ആ മാഷും ആണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് പറയുന്നു. ഭാര്യയെ തിരക്കി അവിടെ ചെന്ന് ഇവനെ തല്ലിയതിന് എല്ലാത്തിനെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസുകാർ വന്ന് ആദ്യം കൊണ്ടുപോകുന്നത് അമ്മയുടെ മോനെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അവിടെ പോയി കാണിച്ചു കൂട്ടിയതെന്ന് മകനങ്ങ് പറഞ്ഞു. അമ്മ നിയമം പറഞ്ഞല്ലോ,
ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടെങ്കിൽ ഒരു നിയമവും ഭർത്താവിന് സപ്പോർട്ട് ചെയ്യില്ല. ഭാര്യയുടെ വാക്കുകൾക്കേ മുൻതൂക്കം കൊടുക്കത്തുള്ളൂ. മുൻതൂക്കമല്ല, തള്ളയുടെയും തന്തയുടെയും മക്കളുടെയും കരുണം നോക്കി കൊടുക്കുകയാണ് വേണ്ടതെന്നൊക്കെ രാജലക്ഷ്മി പറയാം. ഇവനെ ആ തല്ലിയതെങ്കിലും വേദനിച്ചത് എനിക്കാ. എല്ലാത്തിനെയും ഈ രാജലക്ഷ്മി കാണേണ്ട രീതിയിൽ തന്നെ കാണുന്നുണ്ട്. ആ വീടും വീട്ടിലുള്ളവരെയും പച്ചയ്ക്ക് കൊടുത്തു രാജലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഒരു പാപം എന്തായാലും അമ്മയുടെ കൈ കൊണ്ട് ചെയ്യേണ്ടി വരത്തില്ല. അത് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എന്നിട്ട് ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഇന്ദ്രൻ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഇളയ മകൻ അമ്മയോട് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അമ്മേ, ഞാൻ അമ്മയെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മ ഓരോന്ന് പറഞ്ഞ് ഏട്ടനെ ഇങ്ങനെ എരിവ് കയറ്റി വിട്ടാലേ പിന്നെ അമ്മയ്ക്ക് ജയിലിൽ പോയി വേണം മോനെ കാണേണ്ടി വരിക. പറഞ്ഞില്ലെന്ന് വേണ്ട, വെളിവില്ലാതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയ പിന്നെ നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങൾ നിന്നെന്ന് വരില്ല. അമ്മ അത് മനസ്സിലാക്കിക്കോ. അതെപ്പോഴും അമ്മയുടെ മനസ്സിൽ ഉണ്ടായാൽ നന്നെന്നും പറഞ്ഞ് മോൻ അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണില്ലേ? എല്ലാവർക്കും നന്ദി.